സോഷ്യോ സ്പിരിച്വലായ ഒരു ചൈതന്യം വന്നു ചേരുന്നു. ആ ചൈതന്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നന്മയുണ്ടാകുന്നു, സമൂഹത്തിൽ അക്രമം കുറയുന്നു, ആത്മീയത കൂടുന്നു, പരസ്പരമുള്ള യോജിപ്പും ഐക്യവും കൂടുന്നു, ആൾക്കാർ കൂടുതൽ സ്പിരിച്വലായി അല്ലെങ്കിൽ ആത്മീയമായി കാര്യങ്ങൾ പഠിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ മന്ദിറും മസ്ജിദും അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ അമ്പലവും പള്ളിയും നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ നാടിന്റെ ആരാധനാലയങ്ങൾ അവ സമൂഹത്തിന്റെ നന്മയ്ക്കും വ്യക്തികളുടെ വികാസത്തിനും നന്മയ്ക്കും ഒക്കെ ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അത്തരം പവിത്രമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചതിന് വളരെയധികം ഈ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു. അതോടൊപ്പം ഈ മാനവ മൈത്രി സന്ദേശത്തിന്റെ അല്ലെങ്കിൽ സദസ്സിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഞാൻ പല വേദികളിലായി ചോദിക്കാറുണ്ട്. നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് ഇന്ത്യയുടെ കൊടി, ഇന്ത്യയിലെ മനോഹരമായ ത്രിവർണ്ണ പതാക. ഞാൻ മനസ്സിലാക്കുന്ന ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ ഡിസൈനിലും വളരെ മനോഹരമായ ഇന്ത്യൻ പതാകയുടെ ഒരു എലിമെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇന്ത്യൻ പതാകയുടെ അർത്ഥം എന്താണ് എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കും, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും നമ്മളും ഒക്കെ പഠിക്കുന്നത് ഈ കുങ്കുമം അല്ലെങ്കിൽ കാവ്യ നിറം സൂചിപ്പിക്കുന്നത് ത്യാഗവും ധീരസന്നദ്ധതയുമാണ്. വെള്ള എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്, പച്ച എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ണത എന്നാണ്. ഇങ്ങനെ പഠിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും പിങ്കാളി വെങ്കയ്യയും, അതായത് നമ്മുടെ രാജ്യത്തിന് ഒരു കൊടി വേണമെന്ന് ഒരുപാട് കാലം മഹാത്മാഗാന്ധിയുടെ പുറകെ നടന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ കൊടി വിഭാവനം ചെയ്ത പിങ്കാളി വെങ്കയ്യ. ഒരു ആന്ധ്രാപ്രദേശുകാരനാണ്, അന്നത്തെ മസൂലി പട്ടണത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. മഹാത്മാഗാന്ധിയോട് മഹാത്മാവെ നമ്മുടെ രാജ്യത്തിന് ഒരു പതാക വേണമെന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി ഇദ്ദേഹത്തിന് നിറങ്ങൾ സജസ്റ്റ് ചെയ്യും, ഇന്ന നിറങ്ങൾ വേണം. ഇതിൽ മഹാത്മാഗാന്ധി വളരെ വ്യക്തമായി, അതായത് യാതൊരു സംശയത്തിന് വിട നൽകാത്ത രീതിയിൽ ഏപ്രിൽ 13, 1921 യങ് ഇന്ത്യയിൽ എഴുതുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ കൊടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മതസൗഹാർദ്ദമാണ്. നിങ്ങൾക്ക് അതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, മാനവ മൈത്രി എന്ന് വിളിക്കാം, മതേതരത്വം എന്ന് വിളിക്കാം, എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഇതിലെ ഈ കുങ്കുമവും കാവിയും കാണിക്കുന്നത് ഹിന്ദു സഹോദരങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെയാണ്. വെള്ള കാണിക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളെയാണ്. വെള്ള കാണിക്കുന്നത് ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയാണ്. പച്ച കാണിക്കുന്നത് നമ്മുടെ മുസ്ലിങ്ങളെയാണ്. ഇങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമ്മുടെ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. ഇതിനെ നമ്മുടെ വ്യത്യസ്ത പാർട്ടിക്കാർ വ്യത്യസ്ത രീതിയിൽ പറയാറ്. നമ്മുടെ CPM സുഹൃത്തുക്കളുടെയും കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുടെയും സഖാക്കളുടെയും വേദിയിൽ പോയാൽ ഞാൻ അവരുടെയും വേദിയിൽ സംസാരിക്കാം. അവർ പറയും, അങ്ങനെയൊന്നും നിങ്ങൾ നമ്മുടെ കൊടിയെ കുറിച്ച് പറയരുത്, ഇത് മതേതരത്വത്തിന്റെ കൊടിയാണ്. ഞാൻ എങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും ഇതൊക്കെ സത്യമാണ്, പക്ഷെ നമ്മളിങ്ങനെ സമുദായമായിട്ട് എടുത്തു പറയണ്ട, മതമൈത്രി, മാനവ മൈത്രി, ബഹുസ്വരത എന്നൊക്കെ തൊട്ട് പറഞ്ഞാൽ മതി. എങ്ങനെയാണെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ മതി, മതമൈത്രി, മാനവ മൈത്രി, മതസൗഹാർദ്ദത്തിന്റെ കൊടിയാണ്. BJPയുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും കാര്യമൊക്കെ സത്യമാണ്, പക്ഷെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ആർഷ ഭാരത സംസ്കാരത്തിന്റെ കൊടിയാണ്, നമ്മുടെ ദേശീയതയുടെ കൊടിയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ ഏത് രീതി പറഞ്ഞാലും വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത പേരിൽ പറയും. ചിലരതിനെ സെക്യുലറിസം എന്ന് വിളിക്കും, ചിലരതിനെ പ്ലൂറലിസം എന്ന് വിളിക്കും, ചിലരതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കും. കുറച്ച് പുരോഗമനവാദികൾ പറയും മതസൗഹാർദ്ദം എന്ന വാക്ക് വേണ്ട, നമുക്ക് മാനവ സൗഹാർദ്ദം മതി, മാനവ സൗഹാർദ്ദം എന്ന് മതി, മതേതരത്വം എന്ന് മതി. ചിലർ മതനിരപേക്ഷത എന്ന് വിളിക്കും. പേരെന്ത് വിളിച്ചാലും ആശയം ഒന്നേ ഉള്ളൂ, വ്യത്യസ്തതകൾ ലോകത്തിലുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മഴവിൽ അഴകിൽ അത് കോർത്തിണക്കി നമ്മൾ മുമ്പോട്ട് പോകണം. ഇതാണ് അതിന്റെ അർത്ഥം. ഇതിനെ ഇഷ്ടമുള്ള രീതി വിളിക്കാം. നമ്മുടെ പാർട്ടിയോ നമ്മുടെ വിശ്വാസത്തിനോ അനുസരിച്ച് മതേതരത്വം എന്ന് വിളിക്കാം, മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, മതനിരപേക്ഷത എന്ന് വിളിക്കാം, മാനവ സൗഹാർദ്ദം എന്ന് വിളിക്കാം, മതാന്തര സൗഹാർദ്ദം എന്ന് വിളിക്കാം, വിശ്വമാനവികത എന്ന് വിളിക്കാം. പേരെന്ത് വിളിച്ചാലും നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ ഇതര സഹോദര സമുദായങ്ങളും സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ കഴിയണം. ഇത്ര മാത്രമാണ് നമ്മുടെ കൊടിയുടെ അർത്ഥം. അപ്പോ ആ കൊടിയുടെ അർത്ഥത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രോജ്വലനമാണ് ഇവിടുത്തെ ഈ മാനവ മൈത്രി സദസ്. മാനവ മൈത്രി നിങ്ങൾക്ക് വിളിക്കാം, മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മതേതരത്വം എന്ന് വിളിക്കാം. നാട്ടിൽ വ്യത്യസ്തത ഉണ്ടാകും, വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടാകും. അവയെ കോർത്തിണക്കി ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ നാടിന് കഴിയണം. അതാണ് അതിന്റെ അടിസ്ഥാന അർത്ഥം. ഇത് മഹാത്മാഗാന്ധിയുടെ മാത്രം തത്വമല്ല. ഞങ്ങളെല്ലാം വിശ്വസിച്ച് കോടിക്കണക്കിന് ഹിന്ദുക്കൾ ശബരിമലയിൽ എല്ലാ വർഷവും പോകും. അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോകുമ്പോൾ അയ്യപ്പസ്വാമി അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമു ശബരിമലയിൽ വന്നിരുന്നു. ദ്രൗപദി മുർമുവിനും അയ്യപ്പനും മാത്രമാണ് സ്വന്തമായി പോസ്റ്റൽ പിൻകോഡ് ഉള്ളത്. ദ്രൗപദി മുർമു വന്നപ്പോഴും അയ്യപ്പന്റെ വിശ്വാസപ്രകാരം അയ്യപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബെസ്റ്റ് ബഡി, ജൻസിയുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ബഡിയായ അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വാവർ. വാവർ അലിയുടെയും പാത്തുമ്മയുടെയും മകനാണ്. പാത്തുമ്മ എന്ന് പറഞ്ഞാൽ ഫാത്തിമ, അലി എന്ന് പറഞ്ഞാൽ അലി എന്ന് പേരുള്ള, പാത്തുമ്മ എന്ന് പേരുള്ള അല്ലെങ്കിൽ ഫാത്തിമ എന്ന് പേരുള്ള ആളുടെ മകനാണ് ഈ വാവർ.
ആ വാവരെ തൊഴുതിട്ടും വാവർക്ക് ആദരം അർപ്പിച്ചിട്ടും വരണമെന്നാണ് അയ്യപ്പന്റെ വിശ്വാസം. അല്ലെങ്കിൽ അയ്യപ്പ